ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, 2026 മാത്സ് ലാബ് എക്സാമിന്റെ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ചോദിച്ച ലാബ് 13 ലിമിറ്റ്സ് ആണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്. ചില സ്കൂളുകളിലെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലാബുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലാബ് സെറ്റായി. +1 ഈ ഒരു ലാബും നമുക്ക് കിഡിലിനായിട്ട് സെറ്റാക്കാം. സോ ഫസ്റ്റത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഇൻപുട്ട് ഹാവിംഗ് ടിക്ക് മാർക്ക്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അതേപോലെ ഇൻപുട്ട് ബാറിലേക്ക് ടൈപ്പ് ചെയ്യാം. സോ ഇത്തവണ സോഫ്റ്റ്വെയറിലാണ് എക്സാം ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടാണെങ്കിൽ, കിട്ടണില്ലെങ്കിൽ നിങ്ങൾ അത് നോക്കി ടൈപ്പ് ചെയ്യാം. ഓക്കെ, 2026 ചിലപ്പോൾ ഇങ്ങനെ തരണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തരുന്നത്, മക്കൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് പറയാൻ മനസ്സിലായോ മക്കളെ? നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കും എന്താണെന്നുള്ളത്? ഇവിടെ ഈ തന്നിരിക്കുന്ന സംഭവം ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി തിയററ്റിക്കലി പഠിച്ചില്ലടാ. f(x) എന്ന് പറഞ്ഞ തരുന്ന സംഭവമാണ് ഇത്. x < 3 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് x < 3 ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ, x < 3 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ. < 3 ആകുമ്പോഴത്തേക്കും ഇതാണ് ഫംഗ്ഷൻ. എന്താണ്? x² - 2x - 2. ഓക്കെ, x < 3 ആകുമ്പോഴത്തേക്കും എക്സ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഈ സംഭവം നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ നോട്ട്ബുക്കിലൊക്കെ കുറേ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ സംഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ജിയോജിബ്രയിൽ കാണിക്കണം. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഇൻപുട്ട് ആൻഡ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. അത് കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ തന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതാണ്. ഇതിന് ഇൻപുട്ട് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് കണ്ടല്ലോ മക്കളെ. ഈഫ് എന്നിടുക. ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് നമ്മൾ ഈ കണ്ടീഷൻ കൊടുക്കും. x < 3 വരുമ്പോൾ ഉള്ള ഫംഗ്ഷൻ, കോമ x < 3 വരുമ്പോൾ ഉള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഉറപ്പായിട്ട് ഇത്തവണ ഇങ്ങനെയായിരിക്കും തരുന്നത്. പക്ഷെ ഇങ്ങനെ തന്നാലും വിചാരിച്ചോണം ഇങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? സോ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് നേരെ അതേപോലെ ടൈപ്പ് ചെയ്യോ കോപ്പി പേസ്റ്റ് ചെയ്യോ ചെയ്തേ. ഇനി കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇനി പറഞ്ഞുതരാം മക്കളെ. കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ആദ്യം മൗസ് പോയിന്റ് വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുക, വേണ്ടത് മൊത്തം. എന്നിട്ട് Ctrl+C, ഓൾറെഡി ഞാൻ ഫസ്റ്റ് ലാബിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ബേസിക് സംഭവങ്ങൾ. എന്നിട്ട് ജിയോജിബ്ര എടുത്ത് നോക്കിയത് ഞാൻ Ctrl+M അടിച്ച് കറക്റ്റ് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കി. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. Ctrl+C അടിക്കുമ്പോൾ കോപ്പി ആയി. ഇനി പേസ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+V ആണ് അടിക്കേണ്ടത്. പലരും Ctrl+P എന്ന് പറഞ്ഞ് തെറ്റിയിരിക്കുന്നുണ്ട്. Ctrl+V അടിക്കുക. സോ അവിടെ താഴത്ത് നമ്മുടെ ഫംഗ്ഷൻ വന്നു. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ക്ലോസ് ആയിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. സോ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് എൻ്റർ അടിച്ചു. സോ നമ്മുടെ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെയൊക്കെ പറഞ്ഞ ആ ഒരു ഫംഗ്ഷനിലടാ എഴുതുന്ന ഫംഗ്ഷൻസ് ലെഫ്റ്റ് സൈഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. അവരിങ്ങനെ തരുവാണെങ്കിൽ അതെന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം കഴിഞ്ഞു. യൂസിങ് എബോവ് ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഗ്രാഫ് വരച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ ഏതാണ്ട് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, ഒന്നുമില്ല. ഒന്നൊന്ന് എഴുതുക. ഫസ്റ്റ് ആണ് എഴുതുന്നെങ്കിൽ ഒന്നാമത്തേൻ്റെ ഗ്രാഫ് സ്കെച്ച്. ഗ്രാഫ് വരച്ചു, സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഗ്രാഫ് സ്കെച്ച്ഡ്. ഓക്കെ, ഇനി എന്താണ്? ടീച്ചറിനെ വിളിച്ച് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എഴുതുക. എന്നിട്ട് ഡിസ്കസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x = 3. x = 3 ലിമിറ്റിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും പറയാൻ പറ്റുന്നതെന്ന് മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഈ ഗ്രാഫ് ഞാനൊന്ന് വലുതാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒന്ന് കളർ മാറ്റുവാണ്. കാരണം നമ്മുടെ പേനയുടെയും ഇതിൻ്റെയും കളർ സെയിം ആയതുകൊണ്ട് ഒന്ന് കളർ മാറ്റുവാണേ. ഓക്കെ, അങ്ങനെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുവാണ്. ഇവിടെ പേനയുടെ കളറും നീലയാണ്, ഗ്രാഫിൻ്റെ കളറും ബ്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. സോ കളറിങ് നമുക്ക് റെഡ് ആക്കാം. ഓക്കെ, ഇനി നോക്കിക്കോണേ. അറ്റ് 3 എന്ന് പറയുന്നിടത്തെ ലിമിറ്റ് വാല്യൂവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3യുടെ അവിടെയാണ് ഈ ഗ്രാഫിനൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. ഗ്രാഫിന് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 3 വരെയുള്ള ഗ്രാഫ്, 3ക്ക് ശേഷമുള്ള ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ. ഓക്കെ, 3 വരെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ്. 3ക്ക് ഇപ്പുറത്തേക്ക്, അതായത് 3യുടെ ലെഫ്റ്റ്
ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് തൊട്ടിപ്പുറമുള്ള ഫംഗ്ഷൻ എന്താണ് മക്കളെ? തൊട്ടിപ്പുറമുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ലിമിറ്റ് എവിടെയാണ്? അതിന്റെ ലിമിറ്റ് വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അറ്റ് 3 കേസാണ് നമ്മൾ പറയുന്നത്. 3 അറ്റ് x = 3 ഹെഡിങ് എഴുതി. 3 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് 3യുടെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നേരെയുള്ള ഏതാണ്? 1ന്റെ നേരെയാണ്. സോ 1 ആണ് LHL. ഓക്കെ അല്ലേ? ഇനി 3യുടെ വലത് സൈഡ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് 3യുടെ തൊട്ടിപ്പുറത്തുള്ളത് ആരാന്ന് നോക്കുക. തൊട്ടിപ്പുറത്ത് നേരെയുള്ള ആ y വാല്യൂ ആണ് നമ്മുടെ RHL. എന്താടാ ഇതിന് നേരെയുള്ള? ഇത് എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ 3യുടെ നേരെയാണ്. സോ RHL എന്ന് പറയുന്നത് 3 ആണ്. മക്കളെ, ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് LHLും RHLും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആകണം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണോ? ഒരെണ്ണം 1 ഒരെണ്ണം 3 ആണ്. സോ ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം? അതിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? therefore ലിമിറ്റ് does not exist at x = 3. 3യിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഈക്വൽ ആയിരുന്നുവെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? കാര്യം മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യം എഴുതി വെച്ചോ, മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനേ ഉള്ളൂ മക്കളെ. സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായില്ല മക്കളെ? ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. രണ്ടും വേറെ വേറെ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, മനസ്സിലേക്ക് കയറ്റിക്കോണം കൺസെപ്റ്റ്. സോ ഫസ്റ്റത്തെ കാര്യം കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കേണ്ടത്. എഴുതി വെച്ച ശേഷം ടീച്ചറെ കാണിക്കുക. ടീച്ചറെ കഴിഞ്ഞു. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, 3യിലെ കാര്യമാണ് അവർ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ മക്കളെ. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. സെയിം ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രാക്കറ്റിനും കൂടെ ഉൾപ്പെടെ നമ്മൾ കോപ്പി ചെയ്യുന്നു. സോ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സെയിം മോഡലാണ്. ഓക്കെ, ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾ തന്നെ വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് പറഞ്ഞേണം മക്കളെ. ഇവിടെ അറ്റ് 3യിലെ കാര്യം തന്നെയാണ് ചോദിച്ചത്. സോ അറ്റ് x = 3. ഇവിടുത്തെ LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താടാ? ലെഫ്റ്റ് ലിമിറ്റ് 3യുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന y വാല്യൂ, അതായത് എന്താണ്? 2ന്റെ നേരെയാണ്. സോ LHL 2. ഓക്കെ, അത് കിട്ടിയല്ലോടാ. ആ ഐഡി കിട്ടിയല്ലോ. 3യുടെ തൊട്ടിപ്പുറത്ത്, അതായത് റൈറ്റ് വലത് സൈഡിലുള്ള ലിമിറ്റ് വാല്യൂ, അതായത് അതിന് നേരെയുള്ള y എന്താണ്? RHL 4 ആണ്. സോ ഇവിടെ എന്ത് പറയാം? LHL നോട്ട് ഈക്വൽ ടു RHL. LHLും RHLും ഈക്വൽ അല്ല. therefore ലിമിറ്റ് doesn't exist at x = 3. x = 3യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേടാ കൺസെപ്റ്റ്? ക്ലിയർ അല്ലേ മക്കളെ? സോ ഫസ്റ്റത്തെ ഇങ്ങനത്തെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് മാത്രം മതി. പിന്നെ എഴുതി വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് കാര്യം പിടികിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇനി മൂന്നാമത്തെ നിങ്ങൾ തന്നെ ചെയ്തോളൂല്ലോ. കമൻറ്റ് ചെയ്യാനൊന്നും പറയില്ല, തന്നെ ചെയ്ത് എഴുതാനേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ 3 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? ഓപ്പൺ എ ന്യൂ GeoGebra വിൻഡോ. അതായത് ടീച്ചറിനെ കാണിച്ച ശേഷം അതിൻ്റെ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ പുതിയൊരു വിൻഡോ എടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എ സ്ലൈഡർ. A എന്ന് പറയുന്ന പേരിൽ സ്ലൈഡർ നിർമ്മിക്കണം. ഇൻക്രിമെൻറ്റ് 0.1 ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് ഇവിടെ തന്നെ ചെയ്യുവാണ്. ഇത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാൻ Ctrl+M അടിച്ചു. സോ സ്റ്റാൻഡേർഡ് വ്യൂ ആയി. സ്ലൈഡർ A എന്ന പേരിൽ സ്ലൈഡറാണ് എടുക്കേണ്ടത്. സ്ലൈഡർ A എന്ന പേരിൽ ഓട്ടോമാറ്റിക് A ആയിട്ട് വരും. ഇൻക്രിമെൻറ്റ് മാത്രം പറഞ്ഞിട്ടുണ്ട് 0.1. അവിടെ മാക്സിമം മിനിമം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. സോ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം കൊടുക്കുന്നില്ല. ഇൻക്രിമെൻറ്റ് 0.1 ആണ്. സോ അതിനുശേഷം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എൻ്റർ ചെയ്യാം. നോ പ്രോബ്ലം. ഇതൊക്കെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് എന്ത് എളുപ്പമല്ലേ? ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. എൻ്റർ ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വന്ന് ഇവിടെ ഓൾറെഡി ഇത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് മൂവ് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഒന്ന് നീക്കാൻ. ഞാൻ ഇച്ചിരി നീക്കാൻ ശ്രമിച്ചതാണ്. അത് മാറിയിട്ടില്ല. സോ ഓക്കെ, ഇപ്പം മാറി. ഈ മൂവി കൂടെ ക്ലിക്ക് ചെയ്തില്ലേ പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തില്ലേടാ ആ സ്ലൈഡർ എന്താണ് നമ്മൾ ലാസ്റ്റ് എടുത്ത് അത് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കൊണ്ട് മൂവി ക്ലിക്ക് ചെയ്തോണേ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇനി എന്താണെന്ന് വായിച്ചു നോക്കാം. എൻ്റർ ചെയ്തു. ചേഞ്ച് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അതായത് f(x) എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്ലൈഡറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം.
എന്നിട്ട് റൈറ്റ് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ എ ആൻഡ് ദ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. എന്നിട്ട് സ്ലൈഡർ വാല്യൂ എഴുതണം. എന്താണ് പറഞ്ഞത്? അറ്റ് എക്സ് ഈക്വൽ ടു 2. സോ എടാ മക്കൾ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോടാ. ഇവിടെ നമ്മൾ 2 എന്ന് പറയുന്നിടത്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് അല്ലേ? കാരണം 2ന്റെ ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ വ്യത്യാസമാണ് അല്ലേ? കാരണം 2ന്റെ ലെഫ്റ്റ്, ഇവിടെ ലെഫ്റ്റ് എന്താണ്? ലെഫ്റ്റിലുള്ള y വാല്യൂ 3 ആണ്. അതായത് LHL എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 3 ആണ്. RHL എന്ന് പറയുമ്പോൾ 2ന്റെ തൊട്ടിപ്പുറത്ത് റൈറ്റിൽ വരുന്നത് ഇവനാണ്, അതായത് -3. RHL എന്താണ്? -3 ആണ്. രണ്ട് സെയിം ആണോ? LHLും RHLും വ്യത്യസ്തമാണ്, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം മക്കളെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ ഇവിടെ ചിലവരെങ്കിലും ശ്രദ്ധിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കേണ്ട കാര്യം. എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ A എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിരിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ A വന്നിട്ടില്ല. ഇവിടെ Aക്ക് പകരം 1 ആണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ എൻട്രി ചെയ്ത സംഭവം തെറ്റല്ല കേട്ടോ. അത് ഞാൻ പറയുന്നത്, ചില കുട്ടികൾ ഡൗട്ടുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വന്നു. ഇവിടെ Aക്ക് പകരം ഇവിടെ 1 ആണ് വന്നത്. അതിൻ്റെ കാരണം മനസ്സിലായടാ? A എന്ന് പറയുന്നത് ജനറലായിട്ട് നമ്മൾ കൊടുത്ത കാര്യമാണ്. ഇവിടെ A 1 ആയതുകൊണ്ട് ഇവിടെ 1. A 2 ആകുമ്പോൾ ഇവിടെ എന്താണ് A മാറുന്നത്, ആ മാറുന്ന അനുസരിച്ച് അവിടെ മാറുന്ന കണ്ടോ? അതെ, ഇവിടെ മാറുന്ന കണ്ടോ? അതുകൊണ്ടാണ് കേട്ടോ. ജനറലായിട്ട് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആവും. ജനറലായിട്ട് നമ്മളൊരു A കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ സ്ലൈഡർ മാറുന്നതനുസരിച്ച് സ്ലൈഡർ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ A. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന A വാല്യൂ, അതായത് സ്ലൈഡർ വാല്യൂ എഴുതാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ എന്നിട്ട് വായിക്കുക. ചേഞ്ച് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ ചേഞ്ച് ചെയ്യുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് റൈറ്റ് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ എഴുതുക. ഇത്രയാണ് നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ, ഒരു ഗെയിം കളിക്കുന്ന പോലത്തെ എഫക്റ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണോടാ? ലെഫ്റ്റും റൈറ്റും സെയിം ആക്കണമെങ്കിൽ സ്ലൈഡർ നീക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അതായത് ഇവിടെ മുറിഞ്ഞു പോയ കഷ്ണങ്ങൾ തമ്മിൽ ഒട്ടിച്ച് ചേർക്കുക. അപ്പോൾ അവിടെ രണ്ടിടത്തും തൊട്ടിപ്പുറത്തും ഇപ്പുറത്തും ഒരേ ലിമിറ്റ് വാല്യൂ തന്നെയാവും. അതാണ് ഇവിടുത്തെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മൾ നീക്കി അവനെ കൊണ്ട് ആ മുറിഞ്ഞു പോയിരിക്കുന്ന ഭാഗം കൊണ്ട് ഒട്ടിച്ച് ചേർക്കുക. കണ്ടല്ലോടാ? ഇത് നീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്? നീക്കി കറക്റ്റ് അത് ഒട്ടിച്ചേർന്നോളൂ. അടുത്ത് തന്നെ വരുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചോളൂ. ആ ചേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന ആ എയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചത്. സോ A = -1. ഇത്ര എഴുതിയാൽ മതി മക്കളെ. സോ ഇതിൻ്റെ ആൻസർ കീ ഒന്ന് ജസ്റ്റ് ഞാൻ നോക്കട്ടെ എന്താണ് ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇത്ര എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് എയുടെ വാല്യൂ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചോദിച്ചത് എന്താണ്? റൈറ്റ് ദ വാല്യൂ ഓഫ് ദി സ്ലൈഡർ A ആൻഡ് ദ ലിമിറ്റ് അറ്റ് x = 2. x = 2 ലിമിറ്റ് വാല്യൂ കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പരിപാടി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ -1 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത ഏതാണ്? എയുടെ വാല്യൂ -1 ആയപ്പോഴാണ്. അപ്പോൾ ഇവിടെ ആൻസർ കീയിൽ ഇത്ര എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ആൻസർ കീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നോക്കുന്നത് ഈ കീ വെച്ചാണ്. അപ്പോൾ ആൻസർ കീയിൽ ഇത്ര എഴുതിയാൽ മതി. എന്താണ്? A = -1. A = -1ലാണ് ലിമിറ്റ് തമ്മിൽ കൂട്ടിച്ചേർന്ന് എക്സിസ്റ്റ് ചെയ്ത് അല്ലേ? ഇനി അവിടുത്തെ ലിമിറ്റ് വാല്യൂ പറയുക. ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ എന്താവും? ഇപ്പോൾ ഇവിടുത്തെ LHL എന്താണ് മക്കളെ? LHL എന്ന് പറയുമ്പോൾ 2ന്റെ തൊട്ടിപ്പുറത്ത് 2 എന്ന് പറയുന്ന ആ കേസാണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് അറ്റ് x = 2 പറഞ്ഞിരിക്കുന്നത്. സോ അറ്റ് x = 2 തന്നെ എടുക്കാം നമുക്ക്. A എന്ന് പറഞ്ഞാൽ -1 ആണ്. LHL എന്ന് പറയുമ്പോൾ 2ന്റെ തൊട്ടിപ്പുറത്ത് എന്താണ് മക്കളെ? -3 ആണ്. RHL എന്ന് പറയുമ്പോൾ 2ന്റെ തൊട്ടിപ്പുറത്തും ആര് തന്നെയാണ്? -3 തന്നെയാണ്. സോ രണ്ടും സെയിം ആണ്. സോ LHL = RHL, therefore limit exist. ഇനി ലിമിറ്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു എന്താണ്? -3. ലെഫ്റ്റും റൈറ്റും സെയിം ആയത് ആ ലിമിറ്റ് വാല്യൂ ആണ്. ആ ലിമിറ്റാണ് നമ്മുടെ ലിമിറ്റ് വാല്യൂ. ഓക്കെ, സോ -3 ആണ് നമ്മുടെ ലിമിറ്റ് വാല്യൂ. ഇതിന് വേറെ രീതി എഴുതാറുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അതിങ്ങനെ ലിമിറ്റ് x → 2 f(x). 2ലെ ലിമിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇങ്ങനെ എഴുതാം. തിയററ്റിക്കലി പഠിച്ചവർക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ചുമ്മാ ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്താണെങ്കിലും മാർക്ക് കിട്ടും. ആൻസർ കീയിൽ ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞ് ഇത് ഇങ്ങനെ എഴുതാനും ഓൾറെഡി അറിയാവുന്നതാണ്. സോ എന്ത് വേണം നിങ്ങൾക്ക് ചോയ്സ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്ത് വേണം എഴുതി വെക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? സോ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്ന പരിപാടിയേ ഉള്ളൂ. കാരണം അത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. സോ രണ്ടാമത്തെ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇത് ഞാൻ കളയുന്നു മക്കളെ. സ്ലൈഡർ വാല്യൂ ഇവിടെ കിടക്കട്ടെ. എന്തായാലും സ്ലൈഡർ വാല്യൂ വേണമല്ലോ. ഓക്കെ,
സ്ലൈഡർ നീക്കുമ്പോഴത്തേക്കും അത് നീങ്ങുന്നുണ്ട്. ഇത് നീക്കി 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 ഒരുമിച്ച് കൂട്ടിമുട്ടിക്കുന്ന ആ പോയിന്റ്. യെസ്, എത്രയാണ്? 2. അപ്പോൾ A = ഇപ്പോൾ നമ്മുടെ സ്ലൈഡർ വാല്യൂ ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് കൂട്ടി മുട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താണ് 4ൽ വെച്ചാണ് അല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി. ഓക്കെ, 2 എന്ന് പറയുന്നിടത്ത് ലിമിറ്റ് വാല്യൂ 4 ആണ് എന്ന് പറഞ്ഞാൽ LHL-ഉം 4 ആണ്, RHL-ഉം 4 ആണ്. അത് ഏത് സ്ലൈഡർ വാല്യൂവിലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തത്? 2. അപ്പോൾ A = 2 ആണ്, ലിമിറ്റ് വാല്യൂ അവിടെ 4 ആണ്. അത്രയല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ പരിപാടി. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് പിടിയിട്ട് എന്ന് മനസ്സിലാക്കുന്നു. സോ മൂന്നാമത്തെ നിങ്ങൾ തന്നെ ചെയ്തോളൂ മക്കളെ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. മക്കളെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. കിടിലനായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് 2 സ്ലൈഡേഴ്സ്. എയും ബിയും കൺസ്ട്രക്ട് ചെയ്യണം വിത്ത് ഇൻക്രിമെന്റ് 0.1 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്ലൈഡർ ഓൾറെഡി നമ്മൾ A ക്രിയേറ്റ് ചെയ്യണം. സോ A ഞാൻ കളയുന്നില്ല, ഒരു സ്ലൈഡർ കൂടെ വേണം B. അതിൻ്റെ പേര് B ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ബി എന്ന് തന്നെ 0.1 തന്നെയാണ് ഇൻക്രിമെന്റ്. ഓക്കെ, 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ചേഞ്ച് ദ മാർക്കിംഗ് ഓൺ ദ എക്സ് ആക്സിസിന്റെ ആ ഒരു ഇപ്പൊ നമ്മുടെ നമ്പർ കിടക്കുന്നത് അല്ലേ, അത് പൈയുടെ വാല്യൂ π/2 ടേംസിലേക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് ദേ ഇവിടെ താഴത്ത് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഗ്രാഫിക്സ് എടുത്തിട്ട് ഗ്രാഫിക്സ് വ്യൂ എടുത്തിട്ട് ഗ്രാഫിക്സിലെ എക്സ് ആക്സിൽ π/2 ആക്കുക. ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക്. അപ്പോൾ ഇവിടുത്തെ താഴത്ത് ഗ്രാഫിക്സ് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ് ആക്സിസ് കണ്ടല്ലോ മക്കളെ, എക്സ് ആക്സിലെ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് കിടക്കുന്നത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഈ നമ്പേഴ്സാണ്. അത് നമ്മൾ π/2 ടേംസിലേക്ക് മാറ്റണം. മക്കളെ കാണാലോ, കണ്ടല്ലോടാ ഡിസ്റ്റൻസ്. എക്സ് ആക്സിലെ മാറ്റാനാണ് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് ആക്സ് എടുത്തു, ഡിസ്റ്റൻസ് പൈയോ π/2 എന്ത് വേണമെങ്കിലും. ഇനിയിപ്പോൾ π/4ലേക്ക് മാറ്റാൻ പറഞ്ഞാലോ, ഇവിടെ PI ഇതേ π/4 എന്നടിച്ചാൽ π/4 വരും. π/2 വേണമെങ്കിലോ π/2 എന്നടിച്ചാൽ π/2 വരും കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ π/2 ഓട്ടോമാറ്റിക്കായിട്ട് കിടപ്പുണ്ട്. സോ π/2 സെലക്ട് ചെയ്യാം. കണ്ടല്ലോ മക്കളെ. ഇനി π/4 വേണമെങ്കിൽ ഇവിടെ π/4 അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ π/4 ടൈംസ് വരും. കണ്ടല്ലോ, അവിടെ എന്താണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. π/2 വേണമെങ്കിൽ π/2 ടൈപ്പ് ചെയ്യാം, എന്താണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ π/2 കൊടുത്തു, എൻ്റർ കൊടുത്തു, π/2 ടൈംസ് വന്നു. ഇനി ബാക്കി വായിക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, യൂസിങ് ദ ഇൻപുട്ട്. ഈ ഇൻപുട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻപുട്ട് നമുക്ക് അതേപോലെ തന്നെ ജിയോജിബ്രയിൽ കൊടുക്കാം. സോ ഓക്കെ, വന്നിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായി വന്നാണ്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A and B സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ π/2 is 3. π/2 എന്ന് പറയുന്ന ആ പോയിന്റിൽ ലിമിറ്റ് വാല്യൂ 3 ആകുന്ന രീതിയിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ, ഈ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഈ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യാം ഈ ഗ്രാഫ്. ഓക്കെ, π/2 എന്ന് പറയുന്ന ആ പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ 3 ആക്കണം. അപ്പോൾ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ മക്കളെ π/2 എന്ന് പറയുന്നത് ഇവിടെ അല്ലടാ, π/2. അപ്പോൾ ഇവിടെ π/2 എന്ന് പറയുന്ന പോയിന്റിൽ LHL എന്ന് പറയുന്നത് -3ഉം RHL എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളോട് പറഞ്ഞത് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യിക്കണം. കണ്ടല്ലോടാ, ലിമിറ്റ് 3 ആക്കണം. ലിമിറ്റ് 3 ആക്കണം എന്ന് പറഞ്ഞാൽ LHL-ഉം RHL-ഉം സെയിം ആക്കണം, 3 തന്നെ ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ A ആദ്യം മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവൻ നീങ്ങും അല്ലേ, ഇവനെ കൊണ്ട് 3ലേക്ക് എത്തിക്കുക. LHL-ഉം RHL-ഉം 3 എങ്ങനെയാണ് നമ്മൾ മനസ്സിലായത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദേ ഈ 3 കണ്ടല്ലോ, 3 ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ മക്കളെ, ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, 3 ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3ലേക്ക് മാറ്റുന്നത്. സോ ഞാൻ A നീക്കി 3 എവിടെയാണ്? Y ആക്സിലെ 3യുടെ നേരെ കൊണ്ട് എത്തിക്കുക ഇവനെ. യെസ്, നമ്മളിപ്പോൾ ഈ എയും ബിയും നോക്കരുത്. ഞാൻ ഇവിടുത്തെ സ്ലൈഡറിലെ എയും ബിയും നിങ്ങൾ നോക്കരുത്. പലരും ചെയ്യുന്നത് A ഇവിടെ കൂടെ 3 ആക്കുക. അതല്ല, ഈ ഗ്രാഫ് ഇല്ലേടാ, ഗ്രാഫ് മൂവ് ചെയ്യിപ്പിച്ച് 3യുടെ അവിടെ കൊണ്ട് എത്തിക്കുക. ദേ ഞാൻ നീക്കി ഗ്രാഫ് മാത്രം നോക്കുക കേട്ടോ. 3യുടെ അവിടെ കൊണ്ട് എത്തുമ്പോൾ നമ്മുടെ സ്ലൈഡ് നിർത്തുക. അതേപോലെ ബിയും നീക്കുമ്പോൾ ഇവൻ നീങ്ങും. അതിനെ കൊണ്ട് നീക്കി 3യുടെ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ ഓക്കെ സ്ലൈഡർ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ ആരോഗ്യ ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മുടെ എയുടെയും ബിയുടെ വാല്യൂയിലേക്ക് നോക്കുക. അല്ലാതെ എയും ബിയും നിങ്ങൾ വാല്യൂ നോക്കിക്കൊണ്ടും ചേഞ്ച് ചെയ്യല്, ഗ്രാഫ് നോക്കിക്കൊണ്ട് 3 കൊണ്ട് വെക്കുക. ഇപ്പൊ നോക്കിയേ, π/2ന്റെ ലെഫ്റ്റ് തൊട്ടിപ്പുറത്തും 3 ആണ്, π/2ന്റെ തൊട്ട് റൈറ്റ് സൈഡിലും 3 ആണ്. അതായത് LHL-ഉം RHL-ഉം ഇവിടെ
3 ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ എ ഈക്വൽ ടു 3യും ബി ഈക്വൽ ടു 2 ആണ് ആൻസർ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എഴുതാം ആപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാം. ഈ ഗ്രാഫ് എടുത്ത് ഇവിടെ എഴുതേണ്ട ഇത്രേ ഉള്ളൂ, ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ 2. എന്നിട്ട് ഇതൊന്നും എടുത്ത് ഇതേപോലെ ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് വയ്ക്കുക കേട്ടോ. ഇങ്ങനെയല്ല നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് കറക്റ്റ്, കുറച്ച് വൃത്തി വേണം, അത്രേ ഉള്ളൂ കേട്ടല്ലോ മക്കളെ. വരച്ച് വെച്ചോളാം. ഇത്രേ ഉള്ളൂ ലിമിറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു ലാബാണ്. പഠിക്കാൻ കുറേ ഉണ്ടെങ്കിലും ഈ ലാബ് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ 2023 ക്വസ്റ്റ്യൻ തീർന്ന മക്കളെ. കാര്യം ഇഷ്ടപ്പെട്ടല്ലോ, ലാബ് ഇഷ്ടപ്പെട്ടല്ലോ, ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ മക്കളെ. സോ ഇത്രേ ഉള്ളൂ. ഇതുപോലെ 2024-25 ചെയ്യുമ്പോൾ സെറ്റാകും നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്ന ലാബ്. ഓക്കെ അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് ലാബ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. സോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. സെറ്റ് ആയിക്കോണം, തെറ്റിച്ച് കളയില്ല കേട്ടോ മക്കളെ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം മക്കളെ. ബൈ.